ഗുഡ് മോർണിംഗ്. പ്രഭാത വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ഡോണ. മുണ്ടക്കൈ ചൂരൽമല ദുരന്തം DNA പരിശോധനാ ചെലവിലും ഇളവില്ല. കണ്ണിൽച്ചോരയില്ലാതെ കേന്ദ്രം. കോട്ടയം മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ മരിച്ചവരെ തിരിച്ചറിയുന്നതിനുള്ള DNA പരിശോധനയ്ക്കു പോലും നിരക്കിൽ ഇളവ് നൽകാതെ കേന്ദ്ര സർക്കാർ. സംസ്ഥാന സർക്കാർ പണം അടയ്ക്കാതിരുന്നതിനാൽ കേന്ദ്ര സർക്കാരിനു കീഴിൽ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി 2 മാസം പരിശോധന നടത്തിയില്ല. തുടർന്ന് 27.69 ലക്ഷം രൂപ രാജീവ് ഗാന്ധി സെന്ററിന് നൽകാൻ സംസ്ഥാന സർക്കാർ ഉത്തരവിട്ടു. DNA പരിശോധന സൗജന്യമായി നടത്തുമെന്നാണ് ദുരന്തസ്ഥലം സന്ദർശിച്ച കേന്ദ്രസംഘം അറിയിച്ചിരുന്നത്. ദുരന്തത്തിൽ മരിച്ചവരുടെ ശരീരഭാഗങ്ങൾ തിരിച്ചറിയുന്നതിനുള്ള DNA പരിശോധന കണ്ണൂർ റീജിയണൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലാണ് നടത്തിയത്. മാംസഭാഗങ്ങളും എല്ലും ഉൾപ്പെടെ 431 പോസ്റ്റ്മോർട്ടം സാമ്പിളുകളാണ് പരിശോധനയ്ക്കായി കണ്ണൂർ ലാബിലെത്തിച്ചത്. കാണാതായവരുടെ 172 ബന്ധുക്കളുടെ രക്തസാമ്പിളുകളും പരിശോധനയ്ക്കായി ശേഖരിച്ചിരുന്നു. ഓഗസ്റ്റ് 3-ന് ആരംഭിച്ച പരിശോധനയിൽ 223 DNA സാമ്പിളുകൾ തിരിച്ചറിഞ്ഞു. 133 രക്തസാമ്പിളുകളും പരിശോധിച്ചു. അവശേഷിച്ച 208 സാമ്പിളുകളും കണ്ടെത്താനുള്ളവരുടെ ബന്ധുക്കളുടെ 39 രക്തസാമ്പിളുകളുമാണ് ഒക്ടോബർ 1-നു രാജീവ് ഗാന്ധി സെന്ററിലേക്ക് അയച്ചത്. പോസ്റ്റ്മോർട്ടം സാമ്പിളുകളിൽ 148 സാമ്പിളുകളുടെയും DNA പ്രൊഫൈൽ കണ്ണൂർ ലാബിൽ തയ്യാറാക്കിയിരുന്നു. രക്തസാമ്പിൾ ഇവയുമായി താരതമ്യം നടത്തുന്ന ജോലിയെ ശേഷിച്ചിരുന്നുള്ളൂ. 60 സാമ്പിളുകൾ പൂർണ്ണമായും പ്രൊഫൈൽ കണ്ടെത്തി പരിശോധിക്കാനുമുണ്ട്. എന്നാൽ ഇതിന്റെ പരിശോധന പൂർത്തിയായിട്ടില്ലെന്നാണ് രാജീവ് ഗാന്ധി സെന്ററിൽ നിന്നുള്ള വിവരം. ക്രൈം കേസുകളിലേതുൾപ്പെടെ ദിവസേന ഒട്ടേറെ സാമ്പിളുകൾ കൈകാര്യം ചെയ്യുന്ന സംസ്ഥാനത്തെ ഫോറൻസിക് ലാബുകളിലെ പരിശോധന വൈകുമെന്നതിനാലാണ് രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിക്കു സാമ്പിളുകൾ കൈമാറിയത്. വടക്കൻ കാലിഫോർണിയയിൽ ഭൂചലനം തീവ്രത 7, സുനാമി മുന്നറിയിപ്പ് പിൻവലിച്ചു. വാഷിംഗ്ടൺ യുഎസിലെ വടക്കൻ കാലിഫോർണിയയെ പിടിച്ചുകുലുക്കി ഭൂചലനം. ഒരിഗോൺ അതിർത്തിക്കടുത്തുള്ള തീരദേശ ഹംബോൾട്ട് കൗണ്ടിയിലെ ചെറിയ നഗരമായ ഫെർണ്ടീലിന്റെ പടിഞ്ഞാറ് പ്രാദേശിക സമയം രാവിലെ 10:44-ന് ഭൂചലനമുണ്ടായതായി US ജിയോളജിക്കൽ സർവേ അറിയിച്ചു. 7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് അനുഭവപ്പെട്ടത്. സാൻ ഫ്രാൻസിസ്കോ വരെ ഭൂചലനം അനുഭവപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. ഭൂചലനത്തെ തുടർന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച US ജിയോളജിക്കൽ സർവേ സുനാമി മുന്നറിയിപ്പും പുറപ്പെടുവിച്ചെങ്കിലും വൈകാതെ പിൻവലിച്ചു. ശക്തമായ തിരമാലകൾ നിങ്ങളുടെ സമീപമുള്ള തീരങ്ങളെ ബാധിച്ചേക്കാം. നിങ്ങൾ അപകടത്തിലാണ്. തീരദേശ ജലാശയങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. ഉയർന്ന പ്രദേശങ്ങളിലേക്കോ ഉൾനാടുകളിലേക്കോ ഇപ്പോൾ നീങ്ങുക. മടങ്ങിയെത്താൻ പ്രാദേശിക ഉദ്യോഗസ്ഥർ നിർദ്ദേശിക്കുന്നതുവരെ തീരത്തുനിന്ന് അകന്നു നിൽക്കുക എന്നായിരുന്നു മുന്നറിയിപ്പ്. നിരവധി സെക്കൻഡുകൾ ഭൂചലനം നീണ്ടുനിന്നതായും തുടർന്ന് ചെറിയ തുടർചലനങ്ങളും അനുഭവപ്പെട്ടതായും പ്രദേശവാസികളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ആൾനാശമുണ്ടായതായി റിപ്പോർട്ടില്ല. സാന്താക്രൂസ പ്രദേശത്ത് ദേശീയ കാലാവസ്ഥാ സേവനത്തിന്റെ സുനാമി മുന്നറിയിപ്പോടെ ഫോണുകൾ ശബ്ദിച്ചു. സാൻ ഫ്രാൻസിസ്കോയ്ക്കും ഓക്ലൻഡിനും ഇടയിലുള്ള ജലാന്തർ ഭാഗത്തുകൂടിയുള്ള തുരങ്കത്തിലൂടെ എല്ലാ ദിശകളിലേക്കുമുള്ള ഗതാഗതം നിർത്തിവച്ചു. ഒല്ലൂരിൽ പ്രതിയെ പിടികൂടുന്നതിനിടെ പോലീസുകാർക്ക് കുത്തേറ്റു. മൽപ്പിടുത്തത്തിലൂടെ കീഴടക്കി സിഐക്ക് ശസ്ത്രക്രിയ. ഒല്ലൂർ കുത്തുകേസിലെ പ്രതിയെ പിടികൂടുന്നതിനിടയിൽ ഒല്ലൂർ സിഐക്കും സിപിഒയ്ക്കും കുത്തേറ്റു. ഒല്ലൂർ സിഐ TP ഫർഷാദ്, സിപിഒ വിനീത് എന്നിവർക്കാണ് കുത്തേറ്റത്. കൈയ്ക്കും തോളെല്ലിനും കുത്തേറ്റ സിഐക്ക് സാരമായ പരിക്കേറ്റു. ഒല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സിഐയെ ശസ്ത്രക്രിയക്ക് വിധേയനാക്കി. വിനീതിനു കാലിനാണ് കുത്തേറ്റത്. വൈകുന്നേരം 6 മണിയോടെ ആയിരുന്നു സംഭവം. ഒട്ടേറെ കേസുകളിൽ പ്രതിയായ പടവരാട് ഇളവള്ളി അനന്തു മാരി 24 എന്നയാളാണ് സിഐയെയും സിപിഒയെയും കുത്തിയത്. കഴഷാപ്പിൽ വെച്ച് അനന്തു ഒരാളെ കുത്തിയ വിവരമറിഞ്ഞാണ് സിഐയുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തിയത്. അഞ്ചേരി അയ്യപ്പൻകാവ് ക്ഷേത്രത്തിനു സമീപത്തെ കോഴി ഫാമിൽ പ്രതിയും സുഹൃത്തുക്കളും ഒളിവിൽ കഴിയുന്നു എന്നറിഞ്ഞ പോലീസ് സ്ഥലം വളയുകയായിരുന്നു. പ്രതിയുടെ അടുത്തെത്തിയപ്പോഴാണ് കത്തിയെടുത്ത് സിഐയെ കുത്തിയത്. തടയാനെത്തിയ സിപിഒയ്ക്കും കുത്തേറ്റു. പിന്നാലെ പ്രതിയെ മൽപ്പിടുത്തത്തിലൂടെ പോലീസ് കീഴടക്കി. പ്രതിയെ സ്റ്റേഷനിൽ എത്തിച്ച ശേഷമാണ് സിഐ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. പ്രതിക്കൊപ്പമുണ്ടായിരുന്ന 2 സുഹൃത്തുക്കളെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. റോഡ് തടഞ്ഞ് CPM ഏരിയ കമ്മിറ്റി സമ്മേളനം. ഒടുവിൽ കേസെടുത്ത് പോലീസ്. തിരുവനന്തപുരം വഞ്ചിയൂരിലെ CPMന്റെ പാളയം ഏരിയ കമ്മിറ്റി സമ്മേളനത്തിനു റോഡ് തടഞ്ഞതുമായി ബന്ധപ്പെട്ട് കേസെടുത്ത് പോലീസ്. റോഡ് തടഞ്ഞ് സ്റ്റേജ് കെട്ടിയതിനും പ്രകടനം നടത്തിയതിനുമാണ് കേസ്. വഞ്ചിയൂര് കോടതി പരിസരത്ത് റോഡിന്റെ ഒരു ഭാഗം മറച്ചുകെട്ടി വേദി നിർമ്മിച്ചത് അധികൃതരിൽ നിന്ന് യാതൊരു അനുമതിയും വാങ്ങാതെയെന്ന വാർത്ത പുറത്തുവന്നിരുന്നു. നേരത്തെ ഇതു സംബന്ധിച്ച് വ്യക്തമായ ഉത്തരം നൽകാതെ ഒഴിഞ്ഞുമാറുന്ന സമീപനമാണ് പോലീസ് സ്വീകരിച്ചത്. റോഡിന്റെ ഒരു വശം കെട്ടിയടച്ച് വേദി തീർത്തതോടെ വൻ ഗതാഗതക്കുരുക്കിൽ ജനം വലഞ്ഞിരുന്നു. ആംബുലൻസുകൾ അടക്കം 100 കണക്കിന് വാഹനങ്ങളാണ് കുരുക്കിൽപ്പെട്ടത്. സ്കൂള് കുട്ടികൾ ഉൾപ്പെടെ വാഹനങ്ങളിൽ കുടുങ്ങി. വഞ്ചിയൂര് കോടതി സമുച്ചയത്തിനു സമീപത്താണ് പാളയം ഏരിയ കമ്മിറ്റി സമ്മേളനത്തിന്റെ ഭാഗമായി റോഡ് മുടുക്കി വേദിയൊരുക്കിയത്. ജനറൽ ആശുപത്രിയും സ്കൂളും ഇതിനു സമീപത്തായുണ്ട്. വൈകിട്ട് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. എല്ലാ അനുമതിയും വാങ്ങിയാണ് പന്തല് കെട്ടിയിരിക്കുന്നതെന്നാണ് പാർട്ടി പ്രവർത്തകർ പറയുന്നത്. എന്നാൽ റോഡ് തടസ്സപ്പെടുത്തി പന്തല് നിർമ്മാണത്തിന് ആരാണ് അനുമതി നൽകിയതെന്നാണ് ഗതാഗതക്കുരുക്കില് വലഞ്ഞ നാട്ടുകാര് ചോദിക്കുന്നത്.
കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ സമാനമായ സംഭവമുണ്ടായിരുന്നു. റോഡിലേക്ക് ഇറക്കി കെട്ടിയ പന്തലില് കെഎസ്ആർടിസി ബസ് കുടുങ്ങിയിരുന്നു. ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിലാണ് ബസ് പുറത്തെത്തിച്ചത്. കാര് ബൈക്കിലിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. ബാലുശ്ശേരി ആർപീടികയില് കാര് ബൈക്കിലിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. വട്ടോളി ബസാര് കണിയാങ്കണ്ടി നവല കിഷോറാണ് 30 മരിച്ചത്. വീട്ടിൽ നിന്നും ബാലുശ്ശേരിക്ക് പോവുകയായിരുന്നു യുവാവ്. ആർപീടികയിൽ പോക്കറ്റ് റോഡായ ഇടികെ റോഡിൽ നിന്നും എത്തിയ കാര് ബൈക്കിലിടിച്ചാണ് അപകടം. ബൈക്കിൽ നിന്നും തെറിച്ചു വീണ നവല കിഷോറിന്റെ തലക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഉടനെ നാട്ടുകാര് ബാലുശ്ശേരി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവന് രക്ഷിക്കാനായില്ല. 4 പേരുമായി യാത്ര. സ്കൂട്ടർ മോട്ടോർ വാഹന വകുപ്പ് കസ്റ്റഡിയിലെടുത്തു. കോഴിക്കോട് 4 പേരുമായി യാത്ര ചെയ്ത സ്കൂട്ടർ മോട്ടോർ വാഹന വകുപ്പ് കസ്റ്റഡിയിലെടുത്തു. കഴിഞ്ഞ ദിവസം മോട്ടോർ വാഹന വകുപ്പ് വെള്ളിമാടുകുന്ന് JDT കോളേജ് പരിസരത്ത് നടത്തിയ പരിശോധനയിലാണ് 3-4 പേരെ വെച്ചുള്ള യാത്ര പിടികൂടിയത്. 4 പേരെ വെച്ചുള്ള യാത്ര നടത്തിയ സ്കൂട്ടർ കഴിഞ്ഞ ദിവസം മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി കോളേജ് പരിസരത്തുനിന്ന് കസ്റ്റഡിയിലെടുത്തു. വാഹനം ഓടിച്ച യാത്രക്കാരന്റെ ലൈസൻസും സസ്പെൻഡ് ചെയ്തു. 2-3 പേരെ വെച്ച് ബൈക്ക് ഓടിച്ച മറ്റു 3 പേരുടെ ലൈസൻസും RTOPA നസീറിന്റെ നിർദ്ദേശപ്രകാരം സസ്പെൻഡ് ചെയ്തു. രൂപമാറ്റം വരുത്തിയതും അമിതമായ ലൈറ്റ് ഘടിപ്പിച്ചതുമായ വാഹനങ്ങൾ പിടികൂടി പിഴ ചുമത്തിയതായി മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു. AMAമാരായ AK മുസ്തഫ, R റിനിരാജ്, VP രാജേഷ് എന്നിവരടങ്ങിയ സംഘമാണ് പരിശോധന നടത്തിയത്. സെന്റ് ആന്റണീസ് UP സ്കൂൾ പ്ലാറ്റിനം ജൂബിലി ജില്ലാതല ക്രോസ് കൺട്രി മത്സരം നടത്തി. കോടഞ്ചേരി കണ്ണോത്ത് സെന്റ് ആന്റണീസ് UP സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് ജില്ലാ അത്ലറ്റിക് അസോസിയേഷന്റെ സഹകരണത്തോടെ ജില്ലാതല ക്രോസ് കൺട്രി മത്സരം നടത്തി. 16, 18, 20 വയസ്സ് പ്രായപരിധിയിലുള്ളവർക്കും 20 വയസ്സിനു മുകളിൽ പ്രായമുള്ളവർക്കും പുരുഷ വനിത വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ നടന്നത്. താമരശ്ശേരി രൂപത കോർപ്പറേറ്റ് മാനേജർ ഫാദർ ജോസഫ് വർഗീസ് പാലക്കാട്ട് മത്സരം ഫ്ളാഗ് ഓഫ് ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ അഗസ്റ്റിൻ ആലുങ്കൽ അധ്യക്ഷത വഹിച്ചു. കോടഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ് ചെമ്പകശ്ശേരി, പ്ലാറ്റിനം ജൂബിലി ചീഫ് കോർഡിനേറ്റർ ഗിരീഷ് ജോൺ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ റോയി കുന്നപ്പള്ളി, വാർഡ് മെമ്പർ ഷിൻജോ തയക്കൽ, PTA പ്രസിഡന്റ് ജയ്സൺ കിളിവള്ളിക്കൽ എന്നിവർ സന്നിഹിതരായിരുന്നു. ഹെഡ്മാസ്റ്റർ ജോസഫ് PA ചടങ്ങിന് സ്വാഗതം ആശംസിച്ചു. മത്സരശേഷം ജില്ലാ അത്ലറ്റിക് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് KV അബ്ദുൾ മജീദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ലിൻഡോ ജോസഫ് MLA മത്സര വിജയികൾക്ക് ക്യാഷ് അവാർഡും മെഡലും ട്രോഫിയും വിതരണം ചെയ്തു. ജില്ലാ അത്ലറ്റിക് അസോസിയേഷൻ സെക്രട്ടറി KM ജോസഫ് ചടങ്ങിന് സ്വാഗതം ആശംസിച്ചു. ജില്ലാ ക്രോസ് കൺട്രി മത്സരത്തിൽ മലബാർ സ്പോർട്സ് അക്കാദമി ചാമ്പ്യന്മാരായി. ടീം അത്ലറ്റിക് മെഡിക്കൽ കോളേജ് സ്പോർട്ട് അക്കാദമി റണ്ണേഴ്സ് അപ്പ് ട്രോഫിയും കരസ്ഥമാക്കി. ടാലന്റിയ 1.0 UP വിഭാഗം വിജയികളെ ആദരിച്ചു. പുല്ലൂരാംപാറ താമരശ്ശേരി രൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിയുടെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച പ്രഥമ ടാലന്റിയ മെഗാ ക്വിസ് മത്സരത്തിൽ UP വിഭാഗത്തിൽ വിജയികളായ പുല്ലൂരാംപാറ സെന്റ് ജോസഫ്സ് UP സ്കൂൾ ടീം ഡിയോൺ ജോർജ്, ലിദിയ സുബിൻ എന്നിവരെ മാനേജ്മെന്റും PDയും ചേർന്ന് അനുമോദിച്ചു. സ്കൂൾ അങ്കണത്തിൽ ചേർന്ന യോഗത്തിൽ സ്കൂൾ മാനേജർ ഫാദർ സെബാസ്റ്റ്യൻ പുരയിടത്തിൽ, തിരുവമ്പാടി പഞ്ചായത്ത് അംഗം മേഴ്സി പുളിക്കാട്ട്, സ്കൂൾ ഹെഡ്മാസ്റ്റർ CB കുര്യാക്കോസ്, അധ്യാപക പ്രതിനിധി റോഷിയ ജോസഫ്, PTA വൈസ് പ്രസിഡന്റ് സോണി മണ്ഡപത്തിൽ തുടങ്ങിയവർ വിജയികൾക്ക് അഭിനന്ദനങ്ങൾ നേർന്ന് സംസാരിച്ചു. KCYM കോടഞ്ചേരി മേഖല സംഘടിപ്പിക്കുന്നു സൗജന്യ മെഡിക്കൽ ക്യാമ്പ്. ഞായറാഴ്ച 2024 ഡിസംബർ 8 ഞായർ രാവിലെ 8:45 മുതൽ കോടഞ്ചേരി സെന്റ് മേരീസ് പാരിഷ് ഹാളിൽ. KCYM കോടഞ്ചേരി മേഖലയുടെ നേതൃത്വത്തിൽ നോളജ് CET മിഹ്റാസ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, ഈങ്ങാപ്പുഴ ഐ ട്രസ്റ്റ് കണ്ണാശുപത്രി എന്നിവരുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് ഡിസംബർ 8 ഞായറാഴ്ച കോടഞ്ചേരിയിൽ നടക്കും. കോടഞ്ചേരി സെന്റ് മേരീസ് പാരിഷ് ഹാളിൽ രാവിലെ 8:45 മുതൽ ഉച്ചയ്ക്ക് 1:15 വരെയാണ് മെഡിക്കൽ ക്യാമ്പ്. ജനറൽ മെഡിസിൻ, ഡയബറ്റോളജി, ദന്തരോഗം, നേത്രരോഗം, ഓർത്തോ, ഫിസിയോതെറാപ്പി എന്നീ വിഭാഗങ്ങളിലെ പ്രഗത്ഭരായ ഡോക്ടർമാർ ക്യാമ്പിൽ വെച്ച് രോഗികളെ പരിശോധിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 9846650241. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. വാർത്തകളും പരസ്യങ്ങളും അറിയിക്കുവാൻ വേണ്ടി കോടഞ്ചേരി മീഡിയ അഡ്മിന്മാരെ ബന്ധപ്പെടാവുന്നതാണ്.